ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 102ാമത്തെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷനിൽ എളിവനായി എനിക്കും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ആയിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം നൽകി തരുന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യനായ പാസ്റ്റർ ടി എ ജോർജ്, സീനിയർ പാസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ കോർഡിനേറ്റർ, മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ടൊക്കെ കർത്താവിന് ശക്തമായി പ്രയോജനപ്പെട്ട അഭിഷക്തനെ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ക്രിസ്തുവിൽ നാം എല്ലാവരും ആദരിക്കുന്ന ദൈവസഭയെ ഈ കാലഘട്ടത്തിൽ നയിക്കുവാൻ കർത്താവിനാൽ നിയോഗിതനായ നാം ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ ഓവർസിയർ പാസ്റ്റർ വൈ റെജി സാറ്, അദ്ദേഹത്തെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. അസിസ്റ്റൻ്റ് ഓവർസിയർ ഷിബു കെ മാത്യു സാറ്, വിശേഷാൽ കൗൺസിൽ സെക്രട്ടറി പ്രിയ സാംകുട്ടി മാത്യു പാസ്റ്റർ, സൗത്ത് ഏഷ്യൻ സൂപ്രണ്ടായിട്ടുള്ള പ്രിയ സി സി തോമസ് സാറ്, എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെ ക്രിസ്തയേശുവിൽ വന്ദനം ചെയ്യുന്നു. എനിക്ക് ശേഷം കർത്താവിൻ്റെ വചനം ശക്തമായി നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന പാസ്റ്റർ വിനോദ് ജേക്കബ് സാറ്, എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ സ്റ്റേജിലായിരിക്കുന്ന ഓഡിയൻസിൻ്റെ ഇടയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വിശേഷിച്ച് ഞാൻ വളരെ ആദരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ എല്ലാ സെൻട്രൽ പാസ്റ്റേഴ്സ്, സുവിശേഷ വേലയിൽ ശക്തമായി കർത്താവിനായി പ്രയോജനപ്പെടുന്ന എല്ലാ അഭിഷക്തന്മാർ, കർത്താവിൻ്റെ ദാസിമാർ, എൻ്റെ എല്ലാ സഹോദരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരനുഭവമാണ് വാസ്തവത്തിൽ ഈ യോഗത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തുള്ളത്. ദൈവസഭയുടെ തന്നെ ശുശ്രൂഷകനായ എൻ്റെ പിതാവ് പാസ്റ്റർ തോമസ് പുളിവേൽ, ഈ ചർച്ച് ഓഫ് ഗോഡിനെ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വിശേഷാൽ ഞാൻ ഓർക്കുകയാണ്, ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ യൂത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വേദിയിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. YP പ്രസ്ഥാനം എൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിപ്പാനിടയായി. എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുകയാണ്. എല്ലാത്തിലും ഉപരിയായി സർവശക്തനായ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ എന്നെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ഞങ്ങൾ വെസ്റ്റ് ബംഗാളിൽ പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയ ഒരു വ്യക്തിയല്ല. ഒരുപക്ഷെ കുറച്ച് പേർക്ക് എൻ്റെ സാക്ഷ്യം അറിയാമായിരിക്കും. ഞാൻ എൻജിനീയറിംഗ് പഠനം പൂർത്തീകരിച്ച് അതിനുശേഷം പെട്രോളിയം എൻജിനീയറിംഗിൽ മാസ്റ്റേഴ്സ് എടുത്ത് റിലയൻസിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസിൽ ഓയിൽ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്ത് ഏകദേശം 2.5-3 വർഷങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടതിനനുസരിച്ച് ദൈവാത്മാവ് നൽകിയ നിയോഗപ്രകാരം സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, നാളിതുവരെ ദൈവം നടത്തിയ ദൈവത്തിൻ്റെ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം നമ്മളെ മാനിക്കുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സന്താലി, സാദ്രി, ഓറൻ, മുണ്ട എന്ന് പറയുന്ന ഗോത്രക്കാരുടെ ഇടയിൽ വെസ്റ്റ് ബംഗാളിൽ പാർത്തുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്യുന്നു. കുറച്ച് മിഷൻ സ്റ്റേഷനുകൾ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആമേൻ. അപ്പോൾ തന്നെ കർത്താവ് അയക്കുന്നിടങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് അവസരം തരുന്നു. ഞങ്ങളൊക്കെ അവിടെ ആയിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്, ഒരു മലയാളി കൂട്ടായ്മ, മലയാളത്തിലുള്ള ആരാധന, ഇങ്ങനെ മലയാളത്തിൽ വചനം പങ്കുവെക്കുവാനൊക്കെ ഒരവസരത്തിന് വേണ്ടി കൊതിക്കാറുണ്ട്. ആമേൻ. അങ്ങനെ ആഗ്രഹം ഒരുപാടാകുമ്പോൾ ദൈവം ഓരോരോ അവസരങ്ങളെ ഒരുക്കുന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇതൊരു മിഷണറി മീറ്റിംഗ് കൂടെ ആയതുകൊണ്ട് ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒരു മെസ്സേജ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് വിലപ്പെട്ട നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ നമുക്ക് പ്രാർത്ഥനയിലൂടെ നൽകി തരുവാനിടയായത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യമാണല്ലോ നമ്മുടെ തീമിന് ആധാരമായിട്ടുള്ളത്. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിപ്പാനായിട്ട് ക്രിസ്തയേശുവിൽ ശരണപ്പെടുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ആ വാക്യം എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു മുഖാന്തരം കർത്താവ് നമുക്ക് ജയം നൽകുന്നു, പൂർണ്ണ ജയം നൽകുന്നു. ഏത് വിഷയത്തിനകത്താണ് ദൈവം നമുക്ക് ജയം നൽകുന്നത്? അതും പൗലോസ് വളരെ വ്യക്തമാക്കുന്നുണ്ട്.
35 വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇതിൽ നിന്നൊക്കെയും കർത്താവ് നമുക്ക് എന്ത് തരികയാണ്? യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം നാം ഇതിൻ്റെ മേലെല്ലാം പൂർണ്ണ ജയം പ്രാപിക്കുകയാണ്. വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ഒരു രാത്രിയിൽ കർത്താവിൻ്റെ അഭിഷക്തൻ അനീഷലപ്പാറ പാസ്റ്റർ ഇങ്ങനെ ശുശ്രൂഷിപ്പാനിടയായി, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ സ്നേഹം നിമിത്തം ദൈവമക്കൾക്ക് വിരോധമായി വരുന്ന കഷ്ടങ്ങളെ നമ്മൾ ജയിക്കുകയാണ്. ആമേൻ. കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം നമുക്ക് വിരോധമായി വരുന്ന പീഡകളെ നമ്മൾ ജയിക്കുകയാണ്. പക്ഷേ ആമേൻ, ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ആമേൻ നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിപ്പാനായിട്ടിടയായി. ഇതൊരു മിഷണറി മീറ്റിംഗ് ആയതുകൊണ്ട് വേറൊരു കാഴ്ചപ്പാടിൽ ഈ ദൂതനെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നൽകി തരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 36 വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. നിന്റെ നിമിത്തം. ഞാൻ ആ വാക്കിന് ഇങ്ങനെ ഒരു പദം, ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ നിമിത്തം എന്ന് പൗലോസ് പറയുമ്പോൾ നിന്റെ വേല നിമിത്തം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിന്റെ നിമിത്തം എന്നതിന് പൗലോസ് ഉദ്ദേശിക്കുന്ന ആശയം ഇങ്ങനെയാണ്, നിന്റെ വേല നിമിത്തം. ആമേ. കർത്താവേ, അങ്ങ് നൽകിയ നിയോഗം നിമിത്തം, അങ്ങ് നൽകിയ ദൗത്യം നിമിത്തം, അങ്ങ് നൽകിയ മിഷൻ നിമിത്തം എന്ത് ചെയ്യാണ്? ഈ ലോകം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുവാനിടയായിത്തീരുന്നു. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ വേളയിൽ ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു കൂട്ടം അഭിഷക്തന്മാരോട്, ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. ആമേൻ. കർത്താവിൻ്റെ വേലയ്ക്കു വേണ്ടി കർത്താവ് ഏൽപ്പിച്ച ദൗത്യം മുഖാന്തരമായി എവിടെയെങ്കിലും നിങ്ങൾ സുവിശേഷ വേല നിമിത്തം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ, ഇതിലൊക്കെയും പൂർണ്ണ ജയം തരാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കളെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? കർത്താവ് ഏൽപ്പിച്ച നിയോഗം മുഖാന്തരമായി, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം മുഖാന്തരമായി നിങ്ങൾ കഷ്ടത, സങ്കടം, ഉപദ്രവം, പീഡ, വാള് എന്നിവ അനുഭവിക്കുന്നവരാണെങ്കിൽ വിശ്വസിക്ക്, അതിലൊക്കെ പൂർണ്ണ ജയം തരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുവാനിടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്നേക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ കണ്ടംപററി ആയിട്ടുള്ള വാർത്തകളൊക്കെ വായിക്കുന്ന ദൈവസഭയിലെ എല്ലാ ദൈവമക്കൾക്കും അറിയാം, ഇന്നേക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ജാനുവരി മാസം 24 തീയതി ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്ന പാസ്റ്റർ ജോസ് പാപ്പച്ചൻ, ഷാൻഡി ആൻറ്റി എന്ന് പറയുന്ന ഈ 2 കർത്താവിൻ്റെ ദാസിയെയും കർത്താവിൻ്റെ ദാസനെയും ഇന്നേ ദിവസം 2 വർഷങ്ങൾക്ക് മുമ്പ് UP-യിൽ വെച്ച് അറസ്റ്റ് ചെയ്യുവാനായിട്ടിടയായി. പ്രായമുള്ള ദൈവദാസൻ, 2 ആമേൻ യൗവനക്കാരായ ആമ്പിള്ളാരുണ്ട്. അവർ കേരളത്തിലായിരിക്കുന്നു. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം, ദൈവമേൽപ്പിച്ച ദൗത്യ നിമിത്തം ഉത്തരഭാരതത്തിൽ സുവിശേഷം അറിയിക്കുവാൻ അവർ കടന്നുപോയി. ആമേ. റെയിൽവേ സ്റ്റേഷനുകളിൽ, ഓരോ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങളെ ഒക്കെ അവരോടൊക്കെ സുവിശേഷം പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നേക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് അവർ പിടിക്കപ്പെടുവാനായിട്ടിടയായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നു. ഏകദേശം 5 വർഷത്തെ തടവും 25,000 രൂപ പിഴയും അവിടെ മേൽ ചുമത്തുവാനിടയായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമക്കളെ, അഭിഷക്തന്മാരെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. വാസ്തവത്തിൽ ആ കുടുംബം ആ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ട കാര്യമെന്ന നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. പക്ഷെ എൻ്റെ ചോദ്യം, ദൈവത്തെ സ്നേഹിക്കുന്നത് നിമിത്തം ഈ ലോകത്തിൽ ആരും കഷ്ടത്തിലൂടെ കടന്നു പോയിട്ടില്ല. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ആരും ഉപദ്രവം സഹിക്കുന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ആരും വാളിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നില്ല. പക്ഷെ ആ കുടുംബം ജയിലറയിൽ അടയ്ക്കപ്പെട്ടതിന്റെ കാരണം, 8 മാസത്തോളം ജയിലിൽ അടയ്ക്കപ്പെട്ടതിന്റെ കാരണം, ആമേൻ, അടുത്ത 5 വർഷങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെടുവാൻ ഉത്തരവിട്ടതിന്റെ കാരണം യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടല്ല, യേശുവിനോടുള്ള സ്നേഹം നിമിത്തം ദൈവമേൽപ്പിച്ച ദൗത്യമായി അവർ ഉത്തര ഭാരതത്തിൽ പോയത് കൊണ്ടാണ്. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ വേളയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. കർത്താവേൽപ്പിച്ച നിയോഗത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുക്കുന്ന അഭിഷക്ത വൃന്ദങ്ങളെ, നിങ്ങൾക്കെതിരെ എത്ര പീഡനം വന്നാലും, നിങ്ങൾക്കെതിരെ എത്ര ഉപദ്രവം വന്നാലും, എത്ര കഷ്ടത വന്നാലും, അതിന്റെ നടുവിൽ ആത്മശക്തിയോടെ വിളിച്ചു പറ, ഈ ശക്തികൾക്കൊന്നും യേശു ക്രിസ്തുവിലുള്ള എന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയത്തില്ല. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കർത്താവിനെ ശക്തിയോടെ സ്തോത്രം ചെയ്യുക. പ്രൈസ് ഗോഡ്. ഇന്നേക്ക്
25 വർഷങ്ങൾക്ക് മുമ്പ്, 26 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ഹല്ലേലൂയ ജാനുവരി മാസം 24-ാം തീയതി ഹല്ലേലൂയ ഒറീസയുടെ ഗ്രാമത്തിൽ ഗ്രഹാം സ്റ്റെയിൻസും ഗ്ലാഡി സ്റ്റെയിൻസും ആമേൻ ഹല്ലേലൂയ അവരുടെ കുടുംബം കർത്താവിന്റെ വേല ചെയ്ത നിമിത്തം ഗ്രഹാം സ്റ്റെയിൻസിനെയും തൻ്റെ 2 ആൺപുത്രങ്ങൾ തിമോത്തി, ഫിലിപ്പ്, ഇവരെ രണ്ടുപേരെയും ആ ഗ്രാമത്തിനകത്ത് പച്ചയ്ക്ക് തീ കൊളുത്തിയ ദിവസമാണ് ഈ ദിവസം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. ആമേൻ. ഓസ്ട്രേലിയൻ മണ്ണിൽ ജനിച്ചു വളർന്ന ആ സുഖലോപുലതയിൽ ജീവിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന ആ കുടുംബം ആ സുഖം വേണ്ട എന്ന് വിചാരിച്ച്, ആ രാജ്യത്തിന്റെ നന്മ വേണ്ട എന്ന് വിചാരിച്ച് ഹല്ലേലൂയ അന്ന് ആ സമയം 26 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ഒറീസയുടെ ഗ്രാമങ്ങളിൽ വന്ന് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചതിന്റെ കാരണം, ദൈവമക്കളെ വാർത്തെടുത്തതിന്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, യേശുവിനെ സ്നേഹിക്കുക എന്ന് പറയുക മാത്രമല്ലായിരുന്നു, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുക എന്ന ഉദ്ദേശത്തിലാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവസഭയിലെ അനുഗ്രഹീതരായ ദൈവമക്കളോട് ഒരു കൂട്ടം യൗവനക്കാരെ ഞാൻ ആത്മാവിൽ ചലഞ്ച് ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്കൊരു നിയോഗം നൽകിയാൽ, ദൈവം നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് നൽകിയാൽ, വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവം ഒരു ദൗത്യമേൽപ്പിച്ചാൽ പിന്മാറല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതിനുവേണ്ടി നിൽക്കുവാൻ നമ്മൾ തന്റെ ഇടം കാണിച്ചാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ആദരിപ്പാനിടയാകും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. പൗലോസിനോട് ചോദിച്ചേ, പൗലോസേ, ആമേ, ഞങ്ങളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നു, അങ്ങനെയാണെങ്കിൽ താങ്കളും ആമേ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ താങ്കൾ സ്ഥാപിച്ച ഒരു സഭയുടെ ശുശ്രൂഷകനായി ഇരുന്നാൽ മാത്രം പോരായിരുന്നു. എന്തുകൊണ്ട് ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, കോണ്ടിനെന്റുകളിൽ ഹല്ലേലൂയ ബർബരന്മാരെ നേടുവാൻ, ജാതികളെ നേടുവാൻ ഒരു ഭ്രാന്തനെ പോലെ ഓടി നടക്കുന്നു? പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഇത് കേവലം സ്നേഹം കൊണ്ട് മാത്രമല്ല. പൗലോസിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്തുകൊണ്ടാണ് ഹല്ലേലൂയ വേല നിമിത്തം കഷ്ടമുണ്ടെങ്കിൽ, വേല നിമിത്തം ഉപദ്രവമുണ്ടെങ്കിൽ, വേല നിമിത്തം നഗ്നതയുണ്ടെങ്കിൽ, വേല നിമിത്തം പീഡനമുണ്ടെങ്കിൽ, വേല നിമിത്തം വാളുണ്ടെങ്കിൽ, വേല വേണ്ട എന്ന് വിചാരിക്കാത്തതിന്റെ കാരണം, ഗലാത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ, വാക്യം അറിയാവുന്നവരെല്ലാം എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കണമെന്ന് എന്നിൽ അവനെ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ച ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദൂത് ഞാൻ ഇങ്ങനെ പറയാം. പൗലോസ് പറയുന്നതിന്റെ ആശയം, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്തുകൊണ്ട് പീഡനം ഉണ്ടെന്നറിഞ്ഞിട്ടും, പ്രതിസന്ധി ഉണ്ടെന്നറിഞ്ഞിട്ടും, കഷ്ടത ഉണ്ടെന്നറിഞ്ഞിട്ടും, നഗ്നത ഉണ്ടെന്നറിഞ്ഞിട്ടും, വാളുണ്ടെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഞാൻ ഈ വേല ചെയ്യുന്നു എന്നതിന് പൗലോസിന്റെ മറുപടി, ഞാൻ ജനിച്ചത് നിയോഗത്തിന് വേണ്ടിയാണ്. മനസ്സിലായില്ല? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ഞാൻ ജനിച്ചത് പരീക്ഷഭക്തനായി ജീവിക്കാനല്ല, ഞാൻ ജനിച്ചത് കപ്പൽ മുതലാളിയുടെ മകനായി ജീവിക്കാനല്ല. എൻ്റെ ജനനത്തിൻ്റെ പിറകിൽ there is a mission of God. ഇന്ന് ഈ പന്തലിൻ്റെ കീഴിലായിരിക്കുന്ന ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഇങ്ങനൊരു ദൂത് ഞാൻ ആത്മാവിൽ കൈമാറുന്നു. നിങ്ങൾ ജനിച്ചത് മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ ജനിച്ചത് കേവലം ഡോക്ടറാകാൻ വേണ്ടിയല്ല, നിങ്ങൾ ജനിച്ചത് കേവലം എഞ്ചിനീയർ ആകാൻ വേണ്ടിയല്ല, നിങ്ങൾ ജനിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടിയാണെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിവുള്ള ദൈവമക്കൾ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് ഈ 102-ാം കൺവെൻഷന്റെ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ യോഗത്തിൽ ആത്മശക്തിയിൽ വിളിച്ചു പറ, ദുഷ്ട പിശാച് കേൾക്കട്ടെ, പിശാചേ, ഞാൻ അബദ്ധത്തിൽ ജനിച്ചതല്ല, ഞാൻ അറിയാതെ ജനിച്ചതല്ല. My birth is not accidental. I am born for the mission of God. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമടിച്ച് ശക്തിയോടെ വിളിച്ചു പറ, എന്റെ മേലൊരു നിയോഗം കിടപ്പുണ്ട്. ചില മിനിറ്റുകൾ ആത്മാവിൽ കരമടിച്ച് അന്യഭാഷകളൊക്കെ സ്തോത്രം ചെയ്ത് ആരാധിച്ച് ആത്മാവിൽ വിളിച്ചു പറഞ്ഞ്, പിശാച് പറയുന്നു നിന്റെ ജനനം ഒരു അബദ്ധമാണ്, പിശാച് പറയുന്നു നീ അബദ്ധത്തിൽ ജനിച്ചതാണ്, പിശാച് പറയുന്നു നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുകയാണ്, നിന്റെ ജനനത്തിന്റെ പിറകിൽ ദൈവത്തിന്റെ നിയോഗമുണ്ട്. നീ ജനിച്ച ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആ ദൂതിനെ സ്വീകരിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കുക.
യേശുവിന്റെ രക്തത്താൽ ചെയ്യും. അപ്പോൾ പൗലോസ് പറയുകയാണ്, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. സോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പൗലോസ് പറയുന്നതിന്റെ ആശയം, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം എന്നെ അറിഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ഒക്കെ മക്കൾ ജനിച്ചു കഴിഞ്ഞിട്ടാണ് അവരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. 4 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. പ്രാർത്ഥിച്ച് ദൈവം 4ാമത്തെ വർഷം ഒരു കുഞ്ഞിനെ നൽകി തന്നു. അതിനുശേഷം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന്, ഹല്ലേലൂയ, ഒത്തിരി പ്രാർത്ഥന കൂടിയത് കൊണ്ടായിരിക്കാം, 1 വർഷം തികയുന്നതിന് മുമ്പ് ദൈവം ഞങ്ങൾക്ക് 2 ഇരട്ട കുഞ്ഞുങ്ങളെ കൂടെ തന്നു. അങ്ങനെ ഒറ്റ വർഷത്തിൻ്റെ ഇടയിൽ 3 കുഞ്ഞുങ്ങളെ തന്നു. അപ്പോൾ ഈ ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് ഈ 2ാമത്തെ ട്വിൻസ് വന്നപ്പോൾ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നത്. കാരണം നാളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയായി ഒറ്റ വർഷത്തിൻ്റെ ഇടയിൽ 3 കുഞ്ഞുങ്ങൾ. വളരെ സന്തോഷത്തോടെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹല്ലേലൂയ ജോണേ, ഇത് നമുക്ക് വേണ്ട, ഇത് വളരെ സീരിയസാണ്. കാരണം ആദ്യത്തെ ഓപ്പറേഷൻ്റെ സ്റ്റിച്ചുകൾ ഉണങ്ങിയിട്ടില്ല. ആ മുറിവുകൾ പച്ചയായിട്ട് കിടക്കുകയാ. അടുത്ത ട്വിൻസും കൂടെ ആയതുകൊണ്ട് 6 മാസമൊക്കെ ആകുമ്പോഴത്തേന് ആ സ്റ്റിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്. അമ്മയ്ക്കും കേടാ, കുഞ്ഞുങ്ങൾക്കും കേടാ. എന്നെ മാറ്റി നിർത്തി ആ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇത് അബോർട്ട് ചെയ്യാം. അങ്ങനെ വളരെ ഭാരത്തോടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജോണേ, ഒരുപക്ഷെ നിനക്ക് ആക്സിഡന്റലായി ജനിച്ച കുഞ്ഞ, നീ പ്രതീക്ഷിക്കാത്ത, നീയും നിന്റെ ഭാര്യയും പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ കുഞ്ഞ. പക്ഷെ ഒരു കാര്യം എനിക്ക് പരിശുദ്ധാത്മ ബോധ്യമാക്കി, നമുക്ക് ആക്സിഡന്റൽ ആണെങ്കിൽ ജനിച്ച തലമുറയുടെ മേൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് ഈ സമയം ആത്മാവിൽ വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ആത്മാവിൽ വിളിച്ചു പറ, നിങ്ങളുടെ തലമുറയ്ക്ക് വിരോധമായി അതിശക്തമായ പോരുകൾ, അവരുടെ സ്കിന്നിനെതിരെ പോര്, അവരുടെ ഭാവിക്കെതിരെ പോര്, ഉടരമന ഹസിയാൻഡലരബ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ള ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്യ്. പ്രിയ മാതാവേ, നിന്റെ തലമുറയെ ആത്മാവിൽ കണ്ടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറ. ഇന്ന് പകലത് വിളിച്ചു പറയുമ്പോൾ അടിയാത്ത സകല ബന്ധനങ്ങൾ, ആ തലമുറയ്ക്ക് വിരോധമായി നിൽക്കുന്ന സകല കെട്ടുകളും നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ആ കെട്ടുകളെ ദൈവാത്മാവ് അടിച്ചു മാറ്റുകയാണ്. വിശ്വസിക്കാൻ കഴിവുള്ള ദൈവമക്കൾ ആ കരമടിച്ചു ശക്തിയോടെ ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് ആരാധിക്ക്. യേശുവിന്റെ നാമത്തിൽ നിയോഗമുള്ളതിനെ തടയുന്ന, നിയോഗമുള്ളതിനെതിരെ പിശാച് പദ്ധതികൾ ഇടുമ്പോൾ, പിശാച് അതിനെതിരെ പോരാടുമ്പോൾ ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയണം, എൻ്റെ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ നിയോഗമുണ്ട്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കർത്താവിനെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. വാസ്തവത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ദൈവനിയോഗമുണ്ടോ പ്രിയപ്പെട്ടവരെ? വാസ്തവത്തിൽ ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ നിയോഗമുണ്ടോ? ദൈവത്തിൻ്റെ നിയോഗത്തിന് വേണ്ടിയാണോ നമ്മൾ ജനിച്ചത്? ഞാൻ അതും കൂടെ ഒന്ന് വിശദീകരിച്ചോട്ടെ. ഇരമ്യാവിന് ഒരിക്കൽ ദൈവശബ്ദമുണ്ടായി. ഇരമ്യാവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം, ദ ഫസ്റ്റ് ചാപ്റ്റർ, 1-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, പ്രവാചകൻ ജനത്തോട് പറയുന്ന ദൂതല്ല, പ്രവാചകൻ ജനത്തോട് പറയുകയാണ്, എൻ്റെ മേൽ വെളിപ്പെട്ട ദൂത്. രമേ പറയാണ്, യഹോവയുടെ ആലോചന എനിക്കുണ്ടായതെന്തെന്നാൽ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അടുത്ത വാക്കാണ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത്. എല്ലാവരും ഒന്ന് പറയണേ, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. ഒരു സ്തോത്രം പറ. എന്ന് പറഞ്ഞാൽ ഇരമ്യാവിനോട് ദൈവം പറയാ, ഇരമ്യാവേ, നിന്റെ മേലുള്ള ശുശ്രൂഷ പോലും ഞാൻ തീരുമാനിച്ചതാണ്ട് ഇപ്പോഴല്ല കേട്ടോ, മുഖാമുഖമായി നിൽക്കുന്ന ഈ സമയത്തല്ല, നീ ഏത് മിനിസ്ട്രി ചെയ്യണമെന്ന് പോലും ഞാൻ തീരുമാനിച്ചത് നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നിന്റെ മിനിസ്ട്രി വരെ തീരുമാനിച്ചു. യെസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ സുവിശേഷ വയലുകൾ അധ്വാനിക്കുന്ന അഭിഷക്തന്മാരെ ആത്മനിയോഗത്തോടെ ഇത് സ്വീകരിക്കുക. ഇന്നും ഇന്നലെയും നമുക്ക് അവസരം കിട്ടിയത് കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ല, പകരം ജനിച്ചതുപോലെ ഈ നിയോഗത്തിനാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്തോത്രം പറ. ജനിച്ചതുപോലെ നിയോഗമുള്ളത് കൊണ്ടാ ഞാൻ ഈ ദൂതിങ്ങനെ ആത്മാവിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇവിടെ പറയണമെന്ന് ഒരു നിയോഗം തന്ന ഒരു വാക്കുകൂടെ ഞാൻ ഇതിനോട് ചേർത്ത് വെക്കുക. പല ദൈവദാസിമാര്, പല പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ, നമുക്കറിയാം അനേക കുടുംബങ്ങൾക്കകത്ത് ഈ പാസ്റ്റേഴ്സിനെ വിവാഹം കഴിച്ചതിന് അനന്തരമായി ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ ഒരുപാട് കർത്താവിൻ്റെ ദാസിമാരുണ്ട്.
ഞാൻ നോർത്തിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്, വിവാഹം ചെയ്തത് കൊണ്ട് ശുശ്രൂഷയിലേക്ക് വന്നു എന്ന് തീരുമാനിക്കുന്ന, ചിന്തിക്കുന്ന ഒരുപാട് കർത്താവിൻ്റെ ദാസിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഇന്ന് ഈ ദൂതും ആത്മാവിൽ ഇങ്ങനെ കൈമാറട്ടെ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവര് അവസരം കിട്ടിയത് കൊണ്ടാണ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു പാസ്റ്ററെ വിവാഹം കഴിച്ചത് കൊണ്ടാണ്, ഒരു സുവിശേഷകന്റെ ഭാര്യ ആയതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങപ്പെടേണ്ടി വന്ന വ്യക്തിയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, ആത്മാവിൽ നിങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറ, ആമേൻ. ഒരു അഭിഷക്തനെ വിവാഹം കഴിച്ചത് കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ല. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയം, ആമേൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ കരത്തിൽ പിടിച്ച് നിങ്ങൾ ആത്മാവിൽ ഇങ്ങനെ പറയണം, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ മേലുള്ള ദൈവ നിയോഗം ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വിവാഹം നടന്നത് പോലും. വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ ആ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ സ്വോത്രം ചെയ്തേ. അപ്പോൾ ദൈവ നിയോഗമുള്ളത് കൊണ്ടാണ്. പൗലോസേ, എന്തുകൊണ്ടാണ് നീ പിന്മാറാത്തെ? പൗലോസിന്റെ മറുപടി, പ്രിയപ്പെട്ടവരെ, ദൈവ നിയോഗം. പ്രിയപ്പെട്ടവരെ, ഞാൻ വാസ്തവത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, പ്ലാൻ ചെയ്തിറങ്ങിയ ഒരു വ്യക്തിയല്ല. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്ത് ഒരിക്കൽ പോലും കർത്താവിൻ്റെ വേല നേരിട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ്. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ സുവിശേഷ വേല നിമിത്തമുള്ള ഒരുപാട് തീച്ചൂളയിലൂടെ കടന്നുപോയ അനുഭവം ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നു. അവിടെ വെച്ച് ഏകദേശം എനിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ സൗദിയിലെ മുത്തവ പോലീസുകൾ എൻ്റെ പിതാവിനെ പിടിച്ചു വലിച്ച് ജയിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട വ്യക്തിയാ. ഹല്ലേലൂയ. അന്ന് നിലവിളിച്ച എൻ്റെ അപ്പനെ കൊണ്ടുപോകല്ലെന്ന് പറഞ്ഞ് അലറി വിളിച്ച കരച്ചിലിന്റെ ശബ്ദം ഇന്നും എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. ഒരിക്കല് ഒരു പാതിരാത്രിയിൽ ജയിലറകൾ കിടക്കുമ്പോൾ ഇന്ന് അയർലൻഡിലുള്ള തോമസ് പാസ്റ്റർ കൂടെ ആ പാതിരാത്രിയിൽ ആ ജയിലറയുടെ ചെറിയ കവാടത്തിലൂടെ, ചെറിയൊരു വിടവിലൂടെ എൻ്റെ അപ്പനെ കാണുകയും കരയുകയും ചെയ്ത ഓർമ്മകളൊക്കെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം സൗദി ഗവൺമെന്റ് അന്ന് ആരാധിച്ച ദൈവമക്കളുടെ പേരിൽ, എൻ്റെ പിതാവിൻ്റെ പേരിൽ വാണ്ടഡ് കേസ് എടുക്കുവാനിടയായി. സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യം, ആ രാജ്യത്തിൽ വാണ്ടഡ് കേസ് എടുത്തു. 1.5 വർഷം ഞങ്ങൾ ഒളിവിൽ പോയി. ഹല്ലേലൂയ. അനേകം മരുഭൂമികളിൽ, അനേക ഗുഹകളിലൊക്കെ പോയി പാർത്തു. പോലീസുകാർ തപ്പിത്തടയുക. എൻ്റെ പഠിത്തം മുടങ്ങി, വിദ്യാഭ്യാസം മുടങ്ങി, എല്ലാം മുടങ്ങി. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ച അതേ ശുശ്രൂഷയുടെ ഹല്ലേലൂയ മുൻപന്തിയിൽ ഇന്ന് എന്നെ സ്വർഗത്തിലെ ദൈവം കൊണ്ടു നിർത്തിയതിന്റെ കാരണം ഇത് നമ്മൾ തീരുമാനിച്ചതുപോലെയല്ല. ഞാൻ തീരുമാനിച്ചത് 12ാമത്തെ വയസ്സിലാണെങ്കിൽ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ജോണെ നിന്റെ മേൽ നിയോഗമുണ്ടെന്ന് തീരുമാനിച്ച ദൈവം ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ വിളിച്ചു പറ, അഭിഷക്തനെ, കഷ്ടതയുടെ നടുവില ഇന്നലകളിൽ കണ്ട കഷ്ടതയെ കണ്ട്, ഇന്നലകൾ കണ്ട വെല്ലുവിളികളെ കണ്ട്, ഇന്നലകളിൽ കാണുന്ന ഉപദ്രവത്തെ കണ്ട് ഭാരപ്പെടേണ്ട. ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൂടെ പറയാം, ജനിച്ചതുപോലെ ഈ നിയോഗത്തിന് വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ശക്തിയോടെ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എംടെക് വരെയൊക്കെ പഠിച്ചതാ. ഇന്ന് എൻ്റെ അലമാരിയിൽ ആ ഡിഗ്രിയൊക്കെ ഇരിപ്പുണ്ട്. റിലയൻസിൻ്റെ ഓയിൽ ഫീൽഡിൽ നിങ്ങൾക്കറിയാം, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്. ഒരു എഞ്ചിനീയർ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ഓയിൽ ഫീൽഡിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, എംടെക്കിൻ്റെ സർട്ടിഫിക്കറ്റും ഈ റിലയൻസിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഞാൻ എടുത്ത ഡിപ്ലോമയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ സങ്കടം തോന്നാറുണ്ട്, ദുഃഖം തോന്നാറുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് എന്നെ ബോധിപ്പിച്ചു. ഹല്ലേലൂയ. നീ വന്നത് അബദ്ധത്തിലല്ല, നീ നിന്റെ നിയോഗത്തിൽ മടങ്ങി വന്നതാ. പൗലോസ് ദാണ്ടെ ദമസ്കോസിൽ വെച്ച് യു ടേൺ എടുത്തതുപോലെ പരീക്ഷഭക്തനായി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ട് നടന്ന, നിയോഗത്തിന് വിപരീതമായി ജീവിച്ചു വന്ന പൗലോസിനെ ദമസ്കോസിൽ വെച്ച് കർത്താവ് യു ടേൺ അടിപ്പിച്ചതുപോലെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ചിലരുടെ യു ടേണിന്റെ ദിവസമാണ്. യേശുവിന്റെ നാമത്തെ സമർപ്പിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം പറ. ഇനി കേൾക്കണേ പ്രിയപ്പെട്ടവരെ, എന്താണ് നിയോഗം? നിയോഗത്തിന് വേണ്ടിയാണ്. അപ്പോൾ പൗലോസ് പറയുന്നു, നിന്റെ വേല നിമിത്തം, നമ്മൾ വായിക്കുന്ന കഷ്ടത, നഗ്നത, ആപത്ത്, വാള്, ഉപദ്രവം, ഇതെല്ലാം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ നിമിത്തം, നമ്മൾ ഇങ്ങനെ അതിനെ ചിന്തിക്കുകയാണ്, നിന്റെ വേല നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. കർത്താവേ, അങ്ങ് ഏൽപ്പിച്ച ദൗത്യത്തിനു വേണ്ടി
കൊല്ലുവാൻ കൊണ്ടുപോകുന്ന, അറുപ്പാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. പക്ഷെ പിന്മാറാത്തതിന്റെ കാരണം ജനിച്ചത് ദൈവനിയോഗത്തിന് വേണ്ടിയാണ്. ഇനി എന്താണ് നമ്മുടെ മേലുള്ള ദൈവനിയോഗം? ഇതൊരു പാസ്റ്റർ പറയുന്നത് കേൾക്കണ്ട, ഇതൊരു നേതാവ് പറയുന്നത് കേൾക്കണ്ട. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് പറഞ്ഞ ദൈവനിയോഗം നോക്കിയാൽ മതി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരോട് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വായിക്കണേ. പറഞ്ഞേ, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി, ഉറക്കെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. എത്ര പേര് ഈ പകൽ ഒന്ന് തീരുമാനിക്കും, കർത്താവേ ഇതാണ് ഞങ്ങളുടെ നിയോഗം. ഹലോ 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 അഭിഷക്തന്മാരെ, യൗവനക്കാരെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞ് അനുജന്മാരെ, എൻ്റെ കുഞ്ഞു സഹോദരിമാരെ, ആത്മാവ് ഞാൻ കൈമാറട്ടെ. ഇതിൽ കുറഞ്ഞ ഒരു നിയോഗം നമുക്കില്ല. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ പാർക്കുന്ന വെസ്റ്റ് ബംഗാൾ നിങ്ങൾക്കറിയാമോ, 0.7% ആണ് ക്രിസ്ത്യൻസ്. 0.7 ക്രിസ്ത്യൻസ്. നമുക്കറിയാം, ഭാരതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ മിഷണറിമാര് 3 പേര്, വില്യം കേറി, അലക്സാണ്ടർ, മറ്റൊരു അഭിഷക്തൻ. അങ്ങനെ ഈ 3 മെയിൻ ലൈനിൽ നിൽക്കുന്ന മിഷണറിമാര് നമ്മുടെ ഭാരതത്തിൽ വന്നത് വെസ്റ്റ് ബംഗാളിലാണ്. മദർ തെരേസ ആ സഹോദരിയുടെ, ആ കർത്തൃദാസിയുടെ പ്രയത്നങ്ങൾ മുഴുവൻ, ആയുസ് മുഴുവൻ ചെലവിട്ടത് ആ സംസ്ഥാനത്താണ്. ഹല്ലേലൂയ. 61,000 ഗ്രാമങ്ങൾ ഇന്ന് ബംഗാളിലുണ്ട്. ഞാനൊരു സംസ്ഥാനത്തിന്റെ കാര്യമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ പല ഗ്രാമങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. ഇന്ന് പകൽ എത്ര പേര് ആത്മാവിൽ ഇതൊന്ന് ചലഞ്ചായിട്ട് സ്വീകരിക്കും? കർത്താവേ, ഞാൻ പോകുവാൻ റെഡിയാണ്. യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിപ്പീൻ. എന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്ക് ഇങ്ങനെ ഒന്ന് കടമെടുത്ത് പറയുക. അന്ന് അമേരിക്ക ഇന്നത്തെ അമേരിക്കയല്ല കേട്ടോ. അന്നത്തെ അമേരിക്ക അന്നത്തെ മിഷൻ ഫീൽഡാ. അന്നത്തെ ഓസ്ട്രേലിയ അന്നത്തെ മിഷൻ ഫീൽഡാ. അന്നത്തെ യൂറോപ്പ് ഇന്നത്തെ യൂറോപ്പല്ല, അന്നത്തെ മിഷൻ ഫീൽഡാ. ഇന്ന് പകലിൽ ദൈവമക്കൾ ഒരു ശബ്ദത്തോടെ പറയണം, കർത്താവേ ഞങ്ങൾ പോകും. യേശുവിനെ അറിയാത്ത ഗ്രാമങ്ങളിൽ ഞങ്ങൾ യേശുവിന്റെ സുവിശേഷമായി പോകും. അങ്ങനെ ഉറപ്പുള്ളവർ, അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരുന്നവർ സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്വോത്രം പറഞ്ഞേ. കുറച്ച് കരങ്ങളെ കണ്ടുള്ളൂ, എന്നാലും ശക്തിയോടെ ഒന്ന് സ്വോത്രം പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ചു പ്രിയപ്പെട്ടവരെ, ഈ നിയോഗമായി ബന്ധപ്പെട്ട് അപ്പോസ്തലനായ പൗലോസ് നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. 20-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോൾ പൗലോസ് പറയുകയാണ്, എൻ്റെ ലൈഫിൻ്റെ ഒറ്റ മിഷനേ ഉള്ളൂ. കർത്താവ് ഏൽപ്പിച്ച ഒരു നിയോഗമുണ്ട്, കർത്താവ് ഏൽപ്പിച്ച ഒരു ഓട്ടമുണ്ട്, കർത്താവ് തന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഞാൻ ആ ശുശ്രൂഷയ്ക്ക് ഇങ്ങനൊരു പദം പറയുകയാണ്, നിയോഗം, മിഷനുണ്ട്. അതെന്ത് ചെയ്യണം? എൻ്റെ ജീവൻ അടങ്ങുന്നതിന് മുമ്പ് എനിക്കത് തികയ്ക്കണം. പക്ഷെ നോക്കിക്കേ, അതിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഒരു പ്രശ്നം പറയുന്നുണ്ട്. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. എന്തിന് വിരോധമായി? നിയോഗമുണ്ട്. പക്ഷെ നിയോഗത്തിന് വിരോധമായി എന്ത് നിൽക്കുക? ബന്ധനമുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പൗലോസ് പറയുന്നു, എനിക്ക് നിയോഗമുണ്ട്, എനിക്കൊരു വലിയ ഓട്ടം തികയ്ക്കാനുണ്ട്, എനിക്കൊരു വലിയ ശുശ്രൂഷ തികയ്ക്കാനുണ്ട്. പക്ഷെ എൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കുണ്ട്. പക്ഷെ പൗലോസേ, താങ്കൾ എന്തുകൊണ്ട് പിന്മാറിയില്ല? ഇനി അതിൻ്റെ തൊട്ടു മുമ്പിലുള്ള വാക്യം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ഇപ്പോൾ ഇതാ, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. ആ വാക്ക് എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് സന്തോഷത്തോടെ പറയണേ. എങ്ങനെയാ ജിപാസേ? ഇപ്പോൾ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി പോകുകയാ. ഒരു സ്തോത്രം പറയാമോ?
എങ്ങനെ പോകുന്നു? ആത്മാവിനാൽ. ഷിംഷോൻ പാസ്റ്റേ, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. എനിക്കൊരു കാര്യം മനസ്സിലായി. പലപ്പോഴും നമ്മൾ പറയുന്നത് പിശാച് ബന്ധിച്ചു, രോഗം ബന്ധിച്ചു, ശാപം ബന്ധിച്ചു, ആ കെട്ട് ഈ കെട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസിന് പറയാൻ ഒരു കെട്ടുമില്ല. പൗലോസിന് പറയാൻ ഒറ്റക്കെട്ടേ ഉള്ളൂ. ആമേൻ. നിയോഗം കിടക്കുന്ന എന്നെ പിശാച് കെട്ടിയെന്നല്ല, നിയോഗമുള്ള എന്നെ ആമേൻ ആഭിചാരം കെട്ടിയെന്നല്ല, നിയോഗമുള്ള എന്നെ ശകുനവാദികൾ ചേർന്ന് കെട്ടിയെന്നല്ല, ആഭിചാരങ്ങൾ ചേർന്ന് വലിച്ചു കെട്ടിയെന്നല്ല. പകരം അഭിഷക്തൻ പറയുക, ഇപ്പോൾ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. കമോൺ. എത്ര പേരുടെ യതരങ്ങൾ ഇന്ന് പകലൊന്ന് സ്വോത്രം ചെയ്യും. കരമടിച്ച് ചില മിനിറ്റുകൾ ആത്മാവിലെന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞ്, പിശാച് ബന്ധിച്ചെന്നല്ല, പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെ ഉറപ്പുള്ളവർ, ചിന്തിക്കുന്നവർ ആത്മാവിലെന്ന് സ്വോത്രം ചെയ്ത് ആരാധിച്ചേ. ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ ഒന്ന് സ്വോത്രം ചെയ്ത് ആരാധിച്ചേ. ആമേൻ. എൻ്റെ മേൽ ദൈവത്തിൻ്റെ നിയോഗമുണ്ട്, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ട്. ഞാൻ ജനിച്ചത് അത്യുന്നതന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഉറപ്പുള്ളവരോട് ആത്മാവിൽ ഞാൻ കൈമാറട്ടെ. നിങ്ങളെ ഇന്ന് പകൽ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി. ശരിയാ, പ്രശ്നങ്ങളുണ്ട്, ശരിയാ, ബന്ധനങ്ങളുണ്ട്, ശരിയാ, കഷ്ടതകളുണ്ട്. പക്ഷേ ആ ദിനയൊക്കെ നമ്മൾ പൂർണ്ണമായി ജയിച്ച് ദൈവ നിയോഗത്തെ നമ്മൾ നടപ്പിലാക്കാൻ പോകുക. സന്തോഷത്തോടെ കരമടിച്ച് പോലീസ് പറയുക, ശുശ്രൂഷത്തെ കേൾക്കണം. എൻ്റെ മുമ്പിൽ ഒരു വലിയ ഓട്ടമുണ്ട്, പക്ഷേ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പക്ഷെ ഹീസ് നോട്ട് ബോതേർഡ്. അതൊന്നും ഗൗരവമായി ഏറ്റെടുക്കുന്നില്ല. കാരണം എന്നറിയാമോ? ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വാക്യം വായിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്? ഒന്ന് ആത്മാവിലൊന്ന് കണ്ട് പ്രിയപ്പെട്ടവരെ. എന്നെ വലിഞ്ഞു കെട്ടിയേക്കുന്നത് രോഗമല്ല, എന്നെ കെട്ടിയേക്കുന്ന ദേശത്തിന്റെ ദേശാധിപതികളല്ല, എൻ്റെ കാലുകളെ, എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ, എൻ്റെ നാവിനെ, എൻ്റെ അവയവങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവ നിയോഗം നടപ്പിലാക്കാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷയുണ്ടെന്ന് പറയുന്ന പൗലോസ്, ഓട്ടമുണ്ടെന്ന് പറയുന്ന പൗലോസ്, നിയോഗമുണ്ടെന്ന് പറയുന്ന പൗലോസ്, ഇനി ഈ വ്യക്തി ജയിച്ചോ, തീർത്തോ, പൂർത്തീകരിച്ചോ? ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ ഈ കഷ്ടതയെ, നഗ്നതയെ, ആപത്തിനെ, വാളിനെ, എൻ്റെ സുവിശേഷ വേലയ്ക്ക് വിരോധമായി, നിയോഗത്തിന് വിരോധമായി വരുന്ന ഇതിനെയൊക്കെ യേശു ക്രിസ്തു മുഖാന്തരം പൂർണ്ണജയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസേ, താങ്കൾ ജയിച്ചോ? ശ്രദ്ധിച്ചേ. നമുക്കറിയാം, ഒട്ടനവധി ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് സംഭാവന ചെയ്ത അനുഗ്രഹീതനായ അഭിഷക്തൻ ഏകദേശം 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് നൽകി തരുവാനിടയായി. ഈടുറ്റ ലേഖനങ്ങൾ. ആ ലേഖനങ്ങൾ ഇത്രയും എഴുതിയ അപ്പോസ്തലന്റെ അവസാനത്തെ ലേഖനമാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ 2 തിമോഥെയോസിന്റെ ലേഖനം. ഈ അവസാനത്തെ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായമാണ് 4-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ ഓടുകയാണ്, എനിക്ക് തീർക്കണം, എനിക്ക് ശുശ്രൂഷയുണ്ട്, അത് തികയ്ക്കണം എന്ന് പറഞ്ഞ പൗലോസ് തൻ്റെ എഴുത്തിന്റെ അവസാനം, തൻ്റെ അവസാനത്തെ ലേഖനം, അതേ അവസാനത്തെ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ പൗലോസ് പറയുകയാ, തിമോഥെയോസേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം ഓടി, വിശ്വാസം കാത്തു, ഇനി ജീവന്റെ കിരീടം, നീതിയുടെ കിരീടം എനിക്കായി സ്വർഗം വെച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ കരമുയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ദാണ്ടേ ദൈവം നിയോഗത്തിനായി ജനിച്ച പൗലോസ് തൻ്റെ നിര്യാണ സമയത്ത് വിളിച്ചു പറയുകയാണ്, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇതിനൊന്നും എന്നെ അകറ്റാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ദൈവ നിയോഗത്തിനായി ഒരു തീപ്പന്തം പോലെ നിന്ന ഈ അഭിഷക്തന്റെ അവസാനത്തെ വാക്കുകൾ നമ്മൾ കേട്ടത്, ഞാൻ എൻ്റെ ഓട്ടമോടി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞാൻ ഈ പൂർണ്ണ ജയത്തിന് ഇങ്ങനൊരു ഡെഫിനിഷൻ തരികയാ. ഏത് പർപ്പസിന് വേണ്ടിയാണോ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്,
ആ പർപ്പസ് തികയ്ക്കുന്നതാണ് പൂർണ്ണജയം. ഒരു സ്തോത്രം പറയാമോ? ബ്രദറെ, സിസ്റ്ററെ, അഭിഷക്തനെ, കർത്താവിന്റെ ദാസിയെ, ദൈവസഭയിലെ മുഴുവൻ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ കൈമാറട്ടെ. ദൈവമേൽപ്പിച്ച നിയോഗത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ആ നിയോഗത്തെ പൂർത്തീകരിക്കുന്നതാണ്. പാതിവടിയിൽ വിട്ടിട്ട് പോകുന്നതല്ല, അത് തികയ്ക്കുന്നതാണ് പൂർണ്ണജയം. അത് വിശ്വസിക്കുന്നവർ, അതിനായി ഒരു ആത്മശക്തിക്കായി കൊതിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നോക്കുക. യേശു എന്തിനാ വന്നേ? യേശു എന്തിനാ വന്നേ? കുറച്ച് ആൾക്കാർക്ക് അപ്പം കൊടുക്കാനാണോ വന്നേ? യേശു എന്തിനാ ബ്രദറെ വന്നേ? കുറച്ച് രോഗികളെ സൗഖ്യമാക്കുവാനാണോ വന്നേ? നോ, യേശു വന്നത് ഒരു നിയോഗമായിട്ടാണ്. നമുക്കറിയാം, യോർദാന്റെ ആ കടവിൽ യോഹന്നാനാൽ സ്നാനപ്പെടുവാൻ യേശു ചെല്ലുമ്പോൾ യോഹന്നാൻ പറയുക, കർത്താവേ, നിന്നാൽ സ്നാനപ്പെടുവാൻ ഞാൻ നിൽക്കുക. അവിടെ യേശു പറയുന്നു, ഇപ്പോൾ സമ്മതിക്ക് യോഹന്നാനെ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം യോർദാന്റെ കടവിൽ ആരംഭിക്കുന്ന കർത്താവ് യേശു പറയുക, ഇവിടെ ആരംഭിക്കുക, ഇവിടെ തുടങ്ങുകയാ. പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷയുടെ അവസാനം നമ്മൾ കാണുന്ന എവിടെയാണെന്നറിയാമോ? ഹേരോദാവിനെ കുറുക്കനെന്ന് വെല്ലുവിളിക്കുന്നിടത്തിലല്ല. ഹലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ മഹാസമ്മേളനത്തിലല്ല. കാൽവറിയുടെ കുലത്തളത്തിൽ പാതാളത്തെയും മരണത്തെയും, ആമേൻ, ആദിമ മാനവരാശിയെ വശീകരിച്ച് പരാജയപ്പെടുത്തിയ ആ പഴയ പാമ്പെന്ന പിശാചിനെ തന്റെ ക്രൂശിന്റെ കാൽ കീഴെ ചതച്ചമർത്തിയതിനു ശേഷം യേശു വിജയ പേര് മുടക്കി പറയുകയാ, സന്തോഷമുള്ള ദൈവമക്കൾ ആ കരമടിച്ച്, ഇതാണ് നമ്മുടെ നായകൻ, ഇതാണ് നമ്മുടെ യേശു, പൂർണ്ണ ജയം. എന്താണ്? നിയോഗം ആരംഭിച്ചവൻ കാൽവറിയിൽ നിയോഗം തീർത്തു. കരമോ ഉയർത്തി ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്വോത്രം. പൗലോസ് പറയുന്നു ആരംഭിച്ചു, അവസാനം പറയുന്നു തീർത്തു. യേശു പറയുന്നു നിവർത്തിക്കാൻ ഒരുങ്ങുന്നു, അവസാനം പറയുന്നു നിവർത്തിച്ചു. സ്വോത്രം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി ഞാൻ എടുക്കുന്നില്ല, പറഞ്ഞു പോകാം. 15-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഒരധ്യായം മുഴുവൻ ശുശ്രൂഷ നിവർത്തിച്ചു എന്ന് പറയുന്ന പഴയ നിയമ ഭക്തന്മാരെ കാണാൻ കഴിയും. ദാവീദ് നിവർത്തിച്ചു, മോശ നിവർത്തിച്ചു. ആ വാക്കൊന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ, പറഞ്ഞേ. എന്ത് ചെയ്തെന്നാ ആൻറ്റി? എന്ത് ചെയ്തെന്ന ഞങ്ങളെ? നിവർത്തിച്ചു. എന്ത് നിവർത്തിച്ചു? വല്ലതും കൊടുത്തെങ്കിലല്ലേ തീർക്കാൻ പറ്റത്തുള്ളൂ. ഏൽപ്പിച്ചത്, ജനിച്ച നിയോഗം, പുറത്തു വന്ന ദൈവം ജനിപ്പിച്ച ആ വ്യക്തിയെ ജനിപ്പിച്ചതിന്റെ പുറകിലുള്ള ദൈവ നിയോഗം അവരെല്ലാവരും തീർത്ഥനന്തരമായി പിതാക്കന്മാരോടുകൂടെ ചേരുവാനിടയായി. ഒരു സ്തോത്രം പറയാമോ? ഇന്ന് പകൽ കർത്താവ് ആഗ്രഹിക്കുക, ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷനിൽ, ഈ മിഷണറി സമ്മേളനത്തിൽ ഒരു കൂട്ടം ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറയണം, കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ച ദൈവ നിയോഗത്തിനായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. എത്ര പേര് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കും? ചേർന്നൊരു സ്തോത്രം പറയാമോ? ഒറ്റ ദൂതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം നിയോഗത്തിനായി നമ്മൾ നിന്നാൽ, ദൈവം നിയോഗത്തിനായി ഞാനും നിങ്ങളും നെഞ്ചും നെറ്റിയും കൊടുത്ത് നിന്നാൽ, ഈ സർവശക്തനായ ദൈവത്തിന്റെ സകല സന്നാഹവും നമ്മളോടൊപ്പം നിൽക്കും. ഒരു സ്തോത്രം പറയാമോ? കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. മോശെ, നീ ദൈവം നിയോഗത്തിനായി നിന്നാൽ സർവശക്തനായ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല സന്നാഹങ്ങളും പ്രപഞ്ച ശക്തികളും നിന്നോടൊപ്പം നിൽക്കും. നീ ആ ദൈവ നിയോഗമായി ചെങ്കടലിന്റെ മുമ്പിൽ നിന്നാൽ ചെങ്കടൽ രണ്ടാകും. ദൈവ നിയോഗമായി യോർദാന്റെ മുമ്പിൽ നിന്നാൽ യോർദാൻ പിൻവാങ്ങും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ചില മിനിറ്റുകൾ ആത്മാവിൽ സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഒരു കൂട്ടം ദൈവമക്കളോട്, അഭിഷക്തന്മാരോട്, സുവിശേഷ വേലയിൽ പോരാടുന്ന വീരന്മാരോട് ഞാൻ ആത്മാവിൽ കൈമാറുന്നു. തളരാതെ പതറാതെ ദൈവ നിയോഗത്തിനായി നിന്നാൽ ദൈവത്തിന്റെ സകല സന്നാഹങ്ങളും നമ്മളോടൊപ്പം നിൽക്കും. വിശ്വസിക്കുന്നവർക്കായി ഇങ്ങനൊരു ദൈവനിയോഗമായി
ദൈവം ഒരു നിയോഗം കൊടുത്തു പൗലോസിന്. പൗലോസെ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കണം. അങ്ങനെ ഒരു ദൈവ നിയോഗം കേട്ടിട്ട് ഇറ്റലിയിലേക്ക്, റോമിലേക്ക് പൗലോസ് യാത്ര ചെയ്യുക. ഒരു തടവുള്ളിയായി 276 പേരടങ്ങുന്ന ആ സമൂഹം, ആ ഒരു വലിയ കൂട്ടം, ആമേൻ, ഇറ്റലിയിലേക്ക് യാത്ര ചെയ്യുക. യാത്രക്കിടയിൽ തൻ്റെ പടക് തകർന്നു. ആമേൻ, അവർ വെള്ളത്തിലായി. ഹല്ലേലൂയ. എങ്ങനെയോ രക്ഷപ്പെട്ട് മെലിത്ത ദ്വീപിലെത്തി. മെലിത്ത ദ്വീപിലെത്തിയപ്പോൾ ആമേൻ, താണ്ടെ ഒരു അണലി ഈ നിയോഗമുള്ള പൗലോസിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക. ഒരു സ്വത്രം പറയണേ. പൗലോസിന്റെ കയ്യിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുക. അണലി കടിച്ചാൽ മരിക്കുവോ? ഉറപ്പായിട്ടും മരിക്കും. സെക്കൻഡ്സിനുള്ളിൽ മരിക്കും. ആ കണ്ടവരെല്ലാം നോക്കി നിൽക്കുക. പറയുന്ന വാക്യം എങ്ങനെയാ? അവൻ ഇപ്പൊ ചത്ത് വീഴുമെന്ന് അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഈ പൗലോസ് ആണ്ട് ഒരു കൂസലും ഇല്ലാതെ, ഹലോ എന്റെ അഭിഷക്തരെ, ഒരു കൂസലുമില്ലാതെ, ആദ്യമൊക്കെ ഈ അണലിന്ന് ഒരല്പം ബഹുമാനത്തോടൊക്കെ പറഞ്ഞ് പിന്നെ ബഹുമാനം മാറ്റി ആ ജന്തുവിനെ കണ്ടേ ഇങ്ങനെ നോക്കിയിട്ട് ആ ജന്തുവിനെ തീക്കകത്തോട്ട് അങ്ങ് കുടഞ്ഞു കളഞ്ഞു. ഒരു സ്വത്രം പറയാമോ? എന്ത് ചെയ്തെന്നാ പറയുന്നേ? തീക്കകത്തോട്ട് കുടഞ്ഞു കളഞ്ഞു. ഞാൻ ചിന്തിച്ചു, പൗലോസേ, താങ്കൾക്കെന്നാ ഇത്ര ധൈര്യം? താങ്കൾക്കെന്നാ പേടിയില്ലാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. യേശു നിയോഗം കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇത് 15-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യം പറയാം. 18-ാമത്തെ വാക്യം, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. കമോൺ വിശ്വസിക്കുന്നവർക്കായി സ്വത്രം. രഞ്ജിപ്പാസേ, സർപ്പങ്ങളെ പിടിച്ചടക്കും. ഞാൻ ചിന്തിച്ചു, കർത്താവേ, നിയോഗം കൊടുത്തതുമായിട്ട് ഈ വാക്യത്തിന് എന്താ ബന്ധം? ഇപ്പോൾ എന്താ സർപ്പത്തെ പിടിച്ചടക്കുന്ന കാര്യമൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ഇന്നത്തെ പോലെ ടാറിട്ട റോഡൊന്നും അല്ലല്ലോ. അന്ന് ഈ ദൈവ നിയോഗത്തിന് വേണ്ടി അഭിഷക്തന്മാര് വനത്തിലൂടെ, ഗ്രാമങ്ങളിലൂടെ, ആമേൻ, പുൽപ്പുറങ്ങളിലൂടെ ഒക്കെ ചാടിയും മറിഞ്ഞൊക്കെയാ ഈ ഓരോരോ സ്ഥലത്തേക്ക് പോകുന്നേ. അപ്പൊ യേശു പറയുക, നിങ്ങൾ എൻ്റെ നിയോഗമായി. ടൂറിന് പോയ സമയത്ത് കടിച്ച പാമ്പിനെ കുറിച്ചല്ല കേട്ടോ. എക്സ്കർഷന് പോയപ്പോൾ കടിച്ച പാമ്പിനെ കുറിച്ചല്ല. പിക്നിക്കിന് പോയപ്പോൾ പാമ്പ് കടിയേറ്റ കാര്യത്തെ കുറിച്ചല്ല. എൻ്റെ നിയോഗത്തിന് വേണ്ടി നീ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയെ തടയുവാൻ ദുഷ്ടപിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്നാൽ ആ പാമ്പിനെ നീ പിടിച്ചടക്കും. നോക്കിക്കേ, മെലിത്ത ദ്വീപിൽ നിയോഗത്തോടെ കയറിയ ബർബരന്മാരെ നേടുവാൻ കയറിയ പൗലോസിന്റെ ശുശ്രൂഷയെ ഖത്തം ചെയ്ത് കളയുക അണലി കടിച്ചു തൂങ്ങി നിൽക്കുമ്പോൾ യേശു പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് ഉറപ്പുള്ള പൗലോസ് അതിനെ തീക്കകത്ത് കുടഞ്ഞു കളയുവാനിടയാ. ആത്മാവിലെ അഭിഷേകത്തോട് ഇന്ന് പകൽ പ്രതികരിച്ചു തുടങ്ങി. കരമടിച്ച് ശക്തിയോടെ ചില മിനിറ്റുകൾ എല്ലാ ദൈവമക്കൾ, അഭിഷക്തന്മാർ ചേർന്ന്, വിശ്വസിക്കുന്നവർ ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷകളെ തടയുന്ന, ദൈവ നിയോഗങ്ങൾക്ക് തടയാൻ നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ആത്മാവിൽ ജയം ഈ പകൽ സ്വർഗം തരികയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ചില മിനിറ്റുകൾ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ആത്മാവിന്റെ അഭിഷേകത്തോടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ശുശ്രൂഷയ്ക്കായി വിളിച്ചതാണോ? ദൈവം നിയോഗമേൽപ്പിച്ചതാണോ? ആരൊക്കെ തടഞ്ഞാൽ പിന്മാറല്. കഷ്ടത വരും, നഗ്നത വരും, ആപത്ത് വരും, വാള് വരും. പിന്മാറല്. ധൈര്യമായി നിൽക്ക്. ദാനിയേലേ, നീ നിയോഗമായി ബന്ധപ്പെട്ട് എവിടെയോ കറങ്ങി നടന്നപ്പം സിംഹത്തിന്റെ കുടിയിൽ വീണ കാര്യമല്ല. നിയോഗത്തിന് വേണ്ടി നീ സിംഹത്തിന്റെ ഗുഹയിൽ വീണാൽ സിംഹത്തിന്റെ വായെ സ്വർഗമടയ്ക്കും. നിയോഗവുമായി ബന്ധപ്പെട്ട് 7 ഇരട്ടി വർദ്ധിപ്പിച്ച തീക്കുണ്ടത്തിൽ വീണാൽ തീയുടെ ബലത്തെ സ്വർഗം കെടുത്തും. എവിടേക്കോ ശക്തമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയ അഭിഷക്തന്മാരെ, കർത്താവിൻ്റെ ദാസിമാരെ, നീറിപ്പുകയുന്നവരെ, ഭാരപ്പെടുന്നവരെ, എന്തുകൊണ്ടാണ് വായ് ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുകയാ. നിങ്ങൾ നിയോഗത്തിനായി നിന്ന, നിയോഗത്തെ ഏൽപ്പിച്ച സ്വർഗം അവന്റെ സർവ സൈന്യവും നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുകയാ. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ച വലിയ നിയോഗത്തിനായി സ്തോത്രം. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ആ നിയോഗത്തെ ശിരസാവഹിച്ച്
പൗലോസ് പറയുകയാ, ഞാനിതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു, എന്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നില്ല. ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനായുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കണമെന്ന്, ആ ശുശ്രൂഷ തികക്കണമെന്നേ എനിക്കുള്ളൂ. കർത്താവേ, വി സബ്മിറ്റ്, വി സറണ്ടർ. ഞങ്ങൾ ഉപയോഗിച്ചാട്ടെ. ദൈവസഭയ്ക്കായി സ്തോത്രം. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ അഭിഷക്തന്മാർക്കായി സ്തോത്രം. ഞങ്ങളെ ഉപയോഗിക്കണമേ നാഥ. ജയിലിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിന്റെ കരം കർത്താവിന്റെ ചലിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം നൽകിയ അഭിഷക്തന്മാരോട്, ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയോട്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ്.